അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി എന്ന് പറയുന്ന പ്രദേശത്താണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് അബ്ദുറഹ്മാൻ മാഷിൻ്റെ മകളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പാട്ടിൽ ഒരു പരിശീലനമാണ്. ഓരോ മക്കളും നമ്മുടെ ഈ ചാനൽ പഠനം മധുരം ചാനലിലൂടെ പാട്ടുകൾ പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മൾ ആ കുട്ടികളുടെ പരിശീലനവും അവരുടെ ഭാവിയിൽ ഒരുപാട് നന്മകൾ ഈ പാട്ടിലൂടെ കിട്ടണം. ആ പാട്ടിലൂടെ ലഭിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ പല ജില്ലകളിൽ നിന്ന് നമ്മളെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അപ്പോൾ ഇന്നത്തെ നാദിയമ്മയുടെ പാട്ടാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാടുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിലേക്ക് ഒരു ദുആ, ഒരു പ്രാർത്ഥനയാണ്. അപ്പം നമുക്ക് എപ്പോഴും ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ പാട്ടിലൂടെ കിട്ടും. അപ്പം എന്താ, ആ പാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. നമുക്ക് പാടാം. മോളുടെ പേരെന്താണ്? നാദിയ റഹ്മാൻ അല്ലേ? എത്രലാ പഠിക്കുന്നത്? 5. മദ്രസയിൽ എത്രലാണ്? 5. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ആ പാട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്ക് പാടാം നമുക്ക്. നമ്മൾ പാടണം. ഞാൻ പറയുന്ന കേട്ടിട്ട് കുറച്ച് പാടണമെന്നേ ഉള്ളൂ കേട്ടോ. നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, കണ്ണിൽ നീ നന്മകൾ മാത്രം കാണിക്കണേ, കണ്ണിൽ നീ നന്മകൾ മാത്രം കാണിക്കണേ, കൽബിയിലെ ചിന്തയിൽ നല്ലത് ഉണർത്തണേ, കൽബിയിലെ ചിന്തയിൽ നല്ലത് ഉണർത്തണേ, ഇബ്ലീസിൽ കണ്ണിൽ നീ എന്നെ പെടുത്തല്ലേ, ഇടനെഞ്ചിൽ ഈമാന്റെ നാളം കേടുത്തല്ലേ, ഇടനെഞ്ചിൽ ഈമാന്റെ നാളം കേടുത്തല്ലേ, ഇക്കാണും മറിമായം തന്നിൽ കൂടുക്കല്ലേ, ഇക്കാണും മറിമായം തന്നിൽ കൂടുക്കല്ലേ, ഹക്കായ റബ്ബേ നീ ഒറ്റപ്പെടുത്തല്ലേ, ഹക്കായ റബ്ബേ നീ ഒറ്റപ്പെടുത്തല്ലേ, നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, മധുരത്തെ നിന്നൊഴിക്കല്ലേ, കലിമത്തിൻ മധുരത്തിനൊഴിക്കല്ലേ, കൈവിട്ട പട്ടം പോൽ എന്നെയും ആക്കല്ലേ, കൈവിട്ട പട്ടം പോൽ എന്നെയും ആക്കല്ലേ, ഖുർആനും സുന്നത്തും എന്നിൽ നിറയ്ക്കണേ, ഖുർആനും സുന്നത്തും എന്നിൽ നിറക്കണേ, കുഫാറിൻ വഴിയിൽ നിന്നെന്നെയും കാക്കേണേ, ഉഫാറിൻ വഴിയിൽ നിന്നെന്നെയും കാക്കണേ, സൗമ്യമായി മാറ്റണേ എന്റെ പേരുമാറ്റം, സൗമ്യമായി മാറ്റണേ എന്റെ പേരുമാറ്റം, സഹനവും ശാന്തിയും മേഘണേ കൈനീട്ടം, സഹനവും ശാന്തിയും മേഘണേ കൈനീട്ടം, നല്ലതായി തീരണേ റബ്ബേ എൻ ജീവിതം, നല്ലതായി തീരണേ റബ്ബേ എൻ ജീവിതം, നാളെ സലാമത്തിലാക്കണേ ആഖിറം, നാളെ സലാമത്തിലാക്കണേ ആഖിറം, നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, കണ്ണിൽ നീ നന്മകൾ മാത്രം കാണിക്കണേ, കൽബിയിലെ ചിന്തയിൽ നല്ലത് ഉണർത്തണേ, ഇബ്ലീസിൻ കണ്ണിൽ നീ എന്നെ പെടുത്തല്ലേ, ഇടനെഞ്ചിൽ ഈമാന്റെ നാളം കേടുത്തല്ലേ, ഇക്കാണും മറിമായം തന്നിൽ കൂടുക്കല്ലേ, ഹക്കായ റബ്ബേ നീ ഒറ്റപ്പെടുത്തല്ലേ, കലിമത്തിൻ മധുരത്തിന് എന്നൊഴിക്കല്ലേ, കൈവിട്ട പട്ടം പോൽ എന്നെയും ആക്കല്ലേ, ഖുർആനും സുന്നത്തും എന്നിൽ നിറയ്ക്കണേ, കുഫാറിൻ വഴിയിൽ നിന്നെന്നെയും കാക്കേണേ, സൗമ്യമായി മാറ്റ എന്റെ പേരുമാറ്റം, സഹനവും ശാന്തിയും ഏകണേ കൈനീട്ടം, നല്ലതായി തീരണേ റബ്ബേ എൻ ജീവിതം, നാളെ സലാമത്തിലാക്കണേ ആഖിറം. മാഷാ അല്ലാഹ്. അപ്പൊ മോള് ഇന്നത്തെ പാട്ട് മനസ്സിലായല്ലോ. എത്രയോ നല്ല പാട്ടാണ് അല്ലേ? ദുആയാണ് ഇത് മൊത്തം അല്ലേ? ആദ്യമേ പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു അവയവം എന്ന് പറയുന്നതാണെന്ന് അറിയോ? നാവിനെയാണ് സൂക്ഷിക്കേണ്ടത്. എന്തിനാ സൂക്ഷിക്കേണ്ടത്? നാവിനെ സൂക്ഷിക്കണം. നാവിനെ സൂക്ഷിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ നാവ് കൊണ്ടാണ് എല്ലാ തെറ്റുകളും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ?
എല്ലാ നന്മകളും വരുത്തേണ്ട ഏതുകൊണ്ടാണ്? നാവ് കൊണ്ടാണ് അല്ലേ? ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അവയവം ഏതാണെന്ന് വെച്ചാൽ നാവാണ്. ഏറ്റവും ചീത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്? നാവ് തന്നെ. കാരണം എന്താ? ഏറ്റവും നല്ല കാര്യങ്ങൾ പറയാനും അതേപോലെ അള്ളാഹുവിനെ ഒരുപാട് ദിക്ർ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനും പരിശുദ്ധ ഖുർആൻ ഓതാനും ഇല്ലേ, ഒരു മനുഷ്യനെ കണ്ട നന്മകൾ പറയാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഏതാണ്? നാവ്. അതേപോലെ തിന്മയ്ക്ക് ഉപയോഗിക്കുന്ന ഏതാണ്? നാവാണ്. അപ്പൊ നാവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് നന്മകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ? സ്വർഗം തന്നെ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്തിനെ സൂക്ഷിച്ചാൽ മതി? നാവിൽ. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞ നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാഥാ നീ നേരിലായി ചേർത്ത് നടത്തണേ. ഇവിടെ 2 കൂട്ടരുണ്ട്, ദുനിയാവിൽ 2 കൂട്ടരുണ്ട്. ഏതൊക്കെ കൂട്ടരാ? നന്മയുടെയും തിന്മയുടെയും ആൾക്കാർ. നമ്മൾ ഏത് കൂട്ടത്തിൽ വരണം? നന്മയുടെ കൂട്ടത്തിൽ. പിന്നെ എന്താണ് നമുക്ക്? പിന്നെ 2ാമത്തെ വരി പറഞ്ഞ കണ്ണിൽ നീ നന്മകൾ മാത്രം കാണിക്കണേ, കൽബിലെ ചിന്തയിൽ നല്ലത് ഉണർത്തണേ. നമ്മുടെ കണ്ണിൽ എപ്പോഴും എന്ത് വേണം? നന്മകൾ മാത്രമായിരിക്കണം. അതുപോലെ കൽബിൽ എന്താവണം? നല്ല ചിന്തകളും വരണം. മനസ്സിലായല്ലോ? അപ്പൊ അതിനുള്ള അവസരങ്ങളും വേദികളും നമ്മൾ ഒരുക്കണം. മനസ്സിലായോ? പിന്നെ നമ്മളെ ചതിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണത്? ശൈത്താൻ അല്ലേ? അപ്പൊ ഇബ്ലീസിൻ കണ്ണിൽ നീ എന്നെ പെടുത്തല്ലേ, ഇടനെഞ്ചിൽ ഈമാന്റെ നാളം കെടുത്തല്ലേ. നമ്മുടെ കൽബിലൊരു ഈമാനുണ്ട് അല്ലേ? ആ ഈമാന്റെ നാളം കെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇബ്ലീസിന്റെ കണ്ണിൽ നമ്മൾ പെടാതെ പോകണമെങ്കിൽ ആരുടെ കാവൽ വേണം? അള്ളാന്റെ. എപ്പോഴും അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? നമ്മൾ കാവല് ചോദിക്കണം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലേ? ഒരു കാവല് ചോദിപ്പല്ലേ അത്? അവസാനത്തെ സൂറത്തിൽ പോലും എന്തുണ്ട്? കാവലിനെ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് വേണ്ട എന്താണ്? കലിമത്തിൻ മധുരത്തെ, അതായത് കലിമത്തിൻ മധുരത്തെ നെന്നീന്നൊഴിക്കല്ലേ. കലിമത്തിൽ തൗഹീദുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെന്തുണ്ട്? ഒരു മധുരമുണ്ട്. ആ മധുരം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പോരുത് ഇല്ലേ? അല്ലെങ്കിൽ അതിന് ആ പാട്ടി പറഞ്ഞെന്താ? കരിമത്തിൻ മധുരത്തെ എന്നീന്നൊഴിക്കല്ലേ, കൈവിട്ട പട്ടം പോലെ എന്നെയും ആക്കല്ലേ. പട്ടം പറത്തുന്ന കണ്ടിട്ടുണ്ടോ നമ്മള്? പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോ കാണാം പട്ടത്തിന് നൂല് പൊട്ടിയാൽ എന്ത് ചെയ്യും? ആ പട്ടം എവിടെയാ ചെന്ന് വീഴുന്നതെന്ന് അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഞങ്ങൾക്ക് ആക്കണേന്നാ. നമുക്ക് നിയന്ത്രിക്കുന്ന ഒരാൾ വേണം. ആരുടെ നിയന്ത്രണം വേണം? അള്ളാഹുവിന്റെ നിയന്ത്രണം വേണം ഇല്ലയോ? പിന്നെ നമ്മൾക്ക് അള്ളാഹു തആല നിശ്ചയിച്ച കുറെ നിയന്ത്രണങ്ങളുണ്ട്. ആരൊക്കെയാ നിശ്ചയിച്ച നിയന്ത്രണങ്ങൾ? നമ്മുടെ മാതാപിതാക്കള്, ഉസ്താദന്മാര് ഇല്ലേ? നമുക്ക് മാർഗദർശിയായിട്ട് വരുന്ന നല്ല ആൾക്കാർ അല്ലെ? നമ്മുടെ ടീച്ചർമാരും മാഷക്കന്മാരൊക്കെ നമുക്ക് എന്ത് ചെയ്താ? നന്മകളാണ് അല്ലേ? അപ്പൊ അവരുടെയൊക്കെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയാൽ നമ്മൾ എന്തുപോകും? കൈവിട്ട പട്ടം പോലെ പിഴച്ചു പോകും നമ്മൾ. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് അവസാനത്തെ വരിയിൽ എന്താ പറഞ്ഞത്? സൗമ്യമായി മാറ്റേണേ എൻ്റെ പെരുമാറ്റം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെരുമാറ്റമായിരിക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കണം ഇല്ലയാ? ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല കാര്യം ഏതാണ്? സ്വഭാവമാണ്. സൽസ്വഭാവം. എന്ത് സ്വഭാവം? സൽസ്വഭാവം. അപ്പം നമുക്ക് മനസ്സിൽ എന്ത് വേണം? സഹനവും ശാന്തിയും ഏകണേ കൈനീട്ട്. എപ്പോഴും മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുന്ന ഒരു മനസ്സിന്റെ ഉടമയായി അള്ളാഹു തആല നമ്മളെ മാറ്റണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതിന്റെയൊക്കെ പിന്നിൽ ലക്ഷ്യം എന്താണ്? ദുനിയാവും കിട്ടണം, ആഖിറവും കിട്ടണം. അവസാനത്തെ വരിയിൽ അതാ പറഞ്ഞത്, നല്ലതായി തീരണേ റബ്ബേ എൻ ജീവിതം, നാളെ സലാമത്തിയിലാക്കേണേ ആഖിറം അല്ലേ? അപ്പൊ മോൾ ഒറ്റയ്ക്കൊന്ന് പാടിയേ. നാവിൽ നീ നല്ലത് മാത്രം വരുത്തണേ, നാദാ നീ നേരിലായി ചേർത്ത് നടത്തണേ, കണ്ണിൽ നീ നന്മകൾ മാത്രം കാണിക്കണേ, കൽബിലെ ചിന്തയിൽ നല്ലത് ഉണർത്തണേ, ഇബ്ലീസിൻ കണ്ണിൽ നീ എന്നെ പെടുത്തല്ലേ, ഇടനെഞ്ചിൽ ഈമാന്റെ നാളം കെടുത്തല്ലേ, ഇക്കാണും മറിമായം തന്നിൽ കൊടുക്കല്ലേ, ഹക്കായ റബ്ബേ നീ ഒറ്റപ്പെടുത്തല്ലേ, കലിമത്തിൽ മധുരത്തെ ഒഴിക്കല്ലേ, കൈവിട്ട പട്ടം പോലെ എന്നെയും ആക്കല്ലേ, ഖുർആനും സുന്നത്തും എന്നിൽ നിറക്കണേ, കുഫാറിൻ വഴിയിൽ നിന്നെയും കാക്കണേ, സൗമ്യമായി മാറ്റണേ എൻ്റെ പെരുമാറ്റം, സഹനവും ശാന്തിയും മേഘണേ കൈനീട്ടം, നല്ലതായി തീരണേ റബ്ബേ എൻ ജീവിതം, നാളെ സലാമത്തിലാക്കണേ ആഖിറം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പം ഓരോ മക്കളും ഇതേപോലെ പാടാൻ മുന്നോട്ട് വന്നാൽ നമുക്ക് വളരെ ഉപകാരപ്രദമാക്കാം. ഓരോ വീഡിയോയും നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിന് വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മദ്രസ പഠനത്തിന് പ്രോത്സാഹനം കൊടുക്കുക, അതേപോലെ അവരുടെ കഴിവുകളെയൊക്കെ നമുക്ക് നല്ല നല്ല കഴിവുകളെ പുറത്തു കൊണ്ടുവരിക, അത് പരിപോഷിപ്പിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഉന്നതമായ ഒരു
ഒരു ഭാവി നമ്മൾ കണ്ടെത്തണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.